ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഒരുപാട് പേര് സാധാരണ ഡോക്ടർമാരോട് ചോദിക്കുന്ന സംശയമാണ്. ചൂടുവെള്ളം കുടിക്കാമോ, തണുത്ത വെള്ളം കുടിക്കാമോ, ഭക്ഷണത്തിൻ്റെ ഒപ്പം വെള്ളം കുടിക്കാമോ, രാത്രി കിടക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതിനു വേണ്ടിയിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് പ്രചരണങ്ങളുണ്ട്. നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ നശിച്ചു പോകുന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന വെള്ളം കുടിക്കുന്ന ചില അബദ്ധങ്ങൾ എങ്ങനെയാണ് നമുക്ക് ചില അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വിശദീകരിക്കാം. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ്. ഒന്നാമത്തെ കാര്യം, സാധാരണ പലരും നല്ല വെള്ളം ദാഹം ഉണ്ടെങ്കിൽ ഒരുമിച്ച് 1 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാൽ നമ്മൾ ഒരുമിച്ച് ഒരുപാട് വെള്ളം അറ്റ് എ ടൈം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം എന്നിവ നോർമലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ രക്തത്തിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഉപകരിക്കും. നമ്മുടെ രക്തത്തിലുള്ള സോഡിയം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ മസിലുകൾ വർക്ക് ചെയ്യത്തുള്ളൂ. നിങ്ങൾ അറ്റ് എ ടൈം ഒരുപാട് വെള്ളം, ഇപ്പോൾ 1 ലിറ്റർ വെള്ളമോ 1.5 ലിറ്റർ വെള്ളമോ ഒരുമിച്ച് കുടിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഈ ഇലക്ട്രോലൈറ്റ് ബാലൻസിനെ തകിടം മറിക്കും. അതായത് നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ ബാലൻസിങ്ങിൽ വ്യത്യാസം വരികയും സോഡിയം കുറയാനും സാധ്യതയുണ്ട്. വളരെ പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു പ്രശ്നം പലപ്പോഴും നമുക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് കൂടുതലുള്ള രക്തത്തിലെ ജലാംശം കിഡ്നി അരിച്ച് പുറത്തു കളയും. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ 1 ലിറ്ററോ 1.5 ലിറ്ററോ വെള്ളം കുടിക്കുമ്പോൾ രക്തത്തിൽ സോഡിയം പെട്ടെന്ന് കുറയാനും മസിൽ പെയിൻ ഉണ്ടാകാനും നമുക്ക് ബോഡി പെയിൻ ഉണ്ടാകാനും കാരണമാകും. സാധാരണഗതിയിൽ പലരും ചെയ്യുന്നത് ഓടി നമ്മൾ വേർതിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നന്നായിട്ട് വ്യായാമം ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ജോലി ചെയ്ത് വേർതിരിക്കുന്ന സമയത്താണ് വയറ് നിറയെ പലരും വെള്ളം കുടിക്കുന്നത്. സഡനായിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ഈ സോഡിയം ബാലൻസിൽ വ്യത്യാസം വരികയും നിങ്ങൾക്ക് ബോഡി പെയിൻ, മസിൽ പെയിൻ വരാൻ കാരണമാകുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്തോ വീണ്ടും വ്യായാമം ചെയ്യുമ്പോഴോ പെട്ടെന്ന് ഉളുക്ക് വരിക, ശരീരത്തിൽ പെയിൻ വരിക പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ 1 ലിറ്റർ വെള്ളം കുടിക്കുക. വളരെ സ്ലോ ആയിട്ട്. നിങ്ങൾക്കറിയാം 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് ഏകദേശം 4-5 ഗ്ലാസ് വെള്ളം വരും. 4-5 ഗ്ലാസ് വെള്ളം നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് കുടിക്കുക. അതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കാര്യം, പലരും ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ 1 ലിറ്റർ വെള്ളം കുടിക്കുക. ഇത് ഒരുപാട് പേര് നമ്മുടെ മലയാളി സമൂഹത്തിൽ ചെയ്യുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള പ്രചരണമുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ വയറിൻ്റെ, നമ്മുടെ ദഹനരസത്തിൻ്റെ മൂവ്മെൻറ്റിനും അതോടൊപ്പം നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റിനും നല്ലതാണ്. പലർക്കും കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളത് മാറാനായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ്, നോർമലായിട്ടുള്ള പെരിസ്റ്റാൾസിസ് മൂവ്മെൻ്റ് ഉണ്ട്. ഈ മൂവ്മെൻറ്റ് ഒന്ന് ശരിയാകുന്നതിനും കോൺസ്റ്റിപ്പേഷൻ പെട്ടെന്ന് മാറുന്നതിനും വയറ്റിൽ നിന്ന് പോകുന്നതിനുമെല്ലാം സഹായിക്കും. പക്ഷേ എത്ര അളവ് വെള്ളം കുടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതിയാകും. ചെറു ചൂടുവെള്ളമാണെങ്കിലും തണുത്ത വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. 1-2 ഗ്ലാസ് വെള്ളം അവസാനിപ്പിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിൽ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ ഇത് നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. വളരെ പെട്ടെന്ന് ഗ്യാസ്, നിങ്ങൾക്ക് അത് കഴിഞ്ഞ് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഗ്യാസും ഉദര പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് സ്മൂത്ത് ആക്കാനാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ കൂടുതൽ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ വാട്ടർ റീഅബ്സോർപ്ഷന് പ്രശ്നം വരികയും ലൂസ് മോഷൻ പോലുള്ള പ്രശ്നങ്ങൾ, പലപ്പോഴും രാവിലെ 1 തവണ പോയാൽ പോരാ, വീണ്ടും 2ാമത്തെ തവണ കൂടെ ഒന്നുകൂടി കുറച്ച് ലൂസ് മോഷനായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനോ ഉണ്ടായി എന്ന് വരാം. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം അത്രയും മതി. ഇനി നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാം, എത്ര ലിറ്റർ വെള്ളം കുടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കാം. പലരും പലതരത്തിലുള്ള പ്രചരണമുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് കാണാൻ വന്നു. അവർക്ക് ലിവറിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. അവരോട് നാട്ടുകാരോ പറഞ്ഞത് ഒരു ദിവസം 50 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന്. ഇവരിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. 50 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്കറിയാം 6 ലിറ്ററോ 7 ലിറ്ററോ വെള്ളം വരും. ഇത്രയും അവർ കണ്ടിന്യൂസ് കുടിച്ച് അവർക്ക് ബോഡി പെയിനും അസ്വസ്ഥമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചാണ് നമ്മൾ ഒരു ദിവസം വെള്ളത്തിൻ്റെ അളവ് ക്രമപ്പെടുത്തേണ്ടത്. നിങ്ങളുടെ ശരീരഭാരം ഇപ്പോൾ സപ്പോസ് ഒരു 25 കിലോ ഭാരമുണ്ടെങ്കിൽ നിങ്ങൾ 1 ലിറ്റർ വെള്ളം കുടിക്കണം. 50 കിലോ ഭാരമാണെങ്കിൽ നിങ്ങൾ 2 ലിറ്റർ വെള്ളം കുടിക്കണം. ഒരു 65 മുതൽ 75 കിലോഗ്രാം ഭാരമുള്ള ആളാണെങ്കിൽ 3 ലിറ്റർ വെള്ളം കുടിക്കണം. 75 കിലോയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ഭാരമുണ്ട്, സപ്പോസ് നിങ്ങൾക്കൊരു 90-95 കിലോ ഭാരമുണ്ടെങ്കിൽ നിങ്ങളൊരു 3.5 മുതൽ 4 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം കുടിക്കാം. അത്രയും മതി നമ്മുടെ ശരീരത്തിൻ്റെ നോർമലായിട്ടുള്ള പ്രവർത്തനത്തിന്. വെള്ളം കുടി കുറഞ്ഞാലും കുഴപ്പമാണ്, കൂടിയാലും കുഴപ്പമാണ്. ഇനി 4ാമത്തെ കാര്യം, ചായ, കാപ്പി, കോളകൾ, മദ്യം എന്നിവയുടെ ഉപയോഗം. ഇവയെല്ലാം തന്നെ പാനീയം തന്നെയാണ്. പലരും വിശന്നിരിക്കുന്ന സമയത്തോ നന്നായി ചൂടത്ത് നമ്മൾ വേർതിരിക്കുന്ന സമയത്തോ പോയിട്ട് ഒരു ചായയോ
കാപ്പിയോ കോളയോ കഴിക്കാൻ ഇഷ്ടപ്പെടും. ചിലരാണെങ്കിൽ നല്ല ചൂട് സമയത്ത് വേർതിരിക്കുകയല്ലേ, നല്ല തണുത്ത ഒരു ബിയർ കുടിച്ചാലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. കാരണം ബിയറെല്ലാം ശീതള പാനീയമായിട്ടാണ് പല യുവാക്കളും കേരളത്തിൽ കാണുന്നത്. ഇവരെല്ലാം ആക്ച്വലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോളകൾ, ചായ, കാപ്പി, മദ്യം, ബിയർ ഉൾപ്പെടെയുള്ള മദ്യം എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു തരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഡയൂററ്റിക് ആയിട്ട് വർക്കിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ മൂത്രം പുറത്തേക്ക് ഡ്രെയിൻ ആകുന്നതിന് സഹായിക്കും. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഈ കോളകളും ബിവറേജും മദ്യവും പ്രോസസ്സ് ചെയ്തതിന് കൂടുതൽ വെള്ളം ശരീരത്തിൽ നിന്നും കൂടുതലായി ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ, ഓൾറെഡി ചൂടാണ്, നമ്മൾ വേർതിരിക്കുകയാണ്. ചായയോ കാപ്പിയോ കോളയോ കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മദ്യം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ഡീഹൈഡ്രേഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ക്ഷീണം വർദ്ധിക്കും, ശരീരത്തിന് തളർച്ച വരും, ബോഡി പെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും നിങ്ങൾ ചൂട് സീസണിലോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ കോളകൾ കഴിക്കുകയാണെങ്കിലോ ചായ കുടിക്കുകയാണെങ്കിലോ കാപ്പി കുടിക്കുകയാണെങ്കിലോ അതിനുശേഷം നിങ്ങൾ വെള്ളം, ഒരു ഗ്ലാസ്സെങ്കിലും വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം. ഇനി അഞ്ചാമത്തെ കാര്യം, പലരും വെള്ളം കുടിക്കുമ്പോൾ, ഇത് കുട്ടികളിലാണ് കൂടുതൽ, വെറും വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ കുട്ടികൾ കുടിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ കുറച്ച് എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് ചേർത്ത് കൊടുക്കൂ എന്ന തരത്തിലുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിനൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി വെള്ളത്തിൽ ഒരല്പം കളർ ചേർന്ന മധുര പലഹാരങ്ങൾ, പലപ്പോഴും മാർക്കറ്റിൽ കിട്ടുന്ന ചെറിയ സാഷയിലുള്ള പൗഡേഴ്സ് ഉണ്ട്, അത് വെള്ളത്തിലൊക്കെ കലക്കി കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഈ മധുരം ഉള്ളതുകൊണ്ട് വന്ന് കുടിച്ചുകൊണ്ടിരിക്കും. നിറവും ഉണ്ടാവും, മധുരവും ഉണ്ടാവും, ടി വിയിൽ പരസ്യവുമുണ്ട്. ഇത്തരത്തിലുള്ള പാനീയങ്ങൾ, അത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അതിൽ ചേർക്കുന്ന കളറോ മണമോ രുചിക്കോ വേണ്ടിയിട്ട് ചേർക്കുന്ന ഏത് ആർട്ടിഫിഷ്യൽ കളേഴ്സും സ്വീറ്റ്നേഴ്സും മനസ്സിലാക്കിയിരിക്കുക, ശരീരത്തിന് ഗുണമല്ല, ദോഷമാണ്. ഇവ കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ളത് ഒന്ന് ടൈപ്പ് 2 പ്രമേഹ രോഗം, രണ്ടാമത്തത് ക്യാൻസർ. സോ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിലും നല്ലത് വെള്ളത്തിന് നിറമില്ലാതെ മണമില്ലാതെ കുടിക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ജീരകം ഇട്ട് തിളപ്പിക്കാം, കറുകപ്പട്ട ഇട്ട് തിളപ്പിക്കാം, ഇല്ലെങ്കിൽ ചുക്കിട്ട് തിളപ്പിച്ച് കഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വെള്ളമെടുത്ത് ജാറിലൊക്കെ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഫ്രൂട്ട്സ് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നാരങ്ങയോ ഓറഞ്ചോ ഒക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണവും ഫ്ലേവറും ഉണ്ടാവും, നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കുടിക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ വെള്ളത്തിന് ഫ്ലേവറിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന നാച്ചുറൽ പ്രോഡക്ട്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നാരങ്ങ, ഓറഞ്ച്, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് നമ്മൾ അരിഞ്ഞ് ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇലകൾ നമ്മൾ, ഇപ്പോൾ ചിലവർ കറിവേപ്പില, മല്ലിയിലയൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ട്, എന്നിട്ട് അതിന് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു ഫ്ലേവർ ആയിരിക്കും. ചിലർ രാമച്ചമില്ലേ, രാമച്ചം ചതച്ചിട്ട് വെള്ളത്തിലിട്ട് കുടിക്കുന്നവരുണ്ട്. സോ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ ഇത്തരത്തിൽ വെള്ളത്തിലിടുന്ന ഇത്തരം വസ്തുക്കൾ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ രാമച്ചം പോലുള്ള വേരുകളായിക്കോട്ടെ, നന്നായിട്ട് കഴുകി, റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് കഴുകി അതിൻ്റെ പുറം ഭാഗം വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വെള്ളത്തിലിട്ട് വയ്ക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഈ വെള്ളത്തിലിട്ട് വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറത്ത് ഈക്കോളൈ പോലുള്ള, ക്ലബ്സിയല്ല പോലുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടാവും. വെള്ളത്തിൽ നമ്മളിട്ട് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഇവ ഈ വെള്ളത്തിനകത്ത് കൂടുതൽ പെറ്റുവരുകാനും നമ്മൾ ഈ ബാക്ടീരിയകളുടെ ഒരു കോക്ടെയിലാണ് രുചികരമായിട്ട് കുടിക്കുന്നത്. ഇത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഗ്യാസ് ഉണ്ടാക്കാം, വയറിന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇത്തരത്തിൽ ഇൻഫെക്ഷനുകൾ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ പഴങ്ങളോ ഈ രാമച്ചം പോലുള്ളവ ഇടുന്ന വെള്ളം വിടുന്നതിന് മുൻപ് നന്നായിട്ട് കഴുകി നീറ്റാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. മാത്രമല്ല നമ്മൾ ഇത്തരത്തിൽ തിളപ്പിക്കുന്ന വെള്ളങ്ങൾ, അതായത് നമ്മൾ വെറുതെ ഈ പഴങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളമോ ജീരകമോ ബാർലിയോ അല്ലെങ്കിൽ നമ്മൾ ഈ രാമച്ചമോ കരിങ്ങാലിയോ ഒക്കെ ഇടുന്ന വെള്ളം ഒരു നിശ്ചിത സമയത്തിനകത്ത് തീർക്കണം. ഒരിക്കലും ഒരു 18 മുതൽ 20 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ ഈ വെള്ളം ഇട്ട് വെച്ചിരുന്ന് ഉപയോഗിക്കരുത്. കാരണം ജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ കേടുവരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഈ പഴങ്ങൾ, നാരങ്ങയെല്ലാം അരിഞ്ഞിട്ട വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇവ വെള്ളത്തിൽ കിടന്നിട്ട് കൂടുതൽ അസിഡിക് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ അസിഡിക് ആയിട്ടുള്ള വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ, ഏമ്പക്കം പോലുള്ള ശല്യം വിട്ടുമാറാതെ വന്നു എന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് പഴങ്ങളോ എല്ലാം ഇട്ടിട്ട് ഉപയോഗിക്കുക. രാമച്ച ഉപയോഗിച്ചാലും കരിങ്ങാലി ഉപയോഗിച്ചാലും ഇത് തന്നെയാണ് വിഷയം. കൂടുതൽ സമയം വെള്ളം വച്ചിരുന്ന് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇനി ഒരുപാട് പേർക്കുള്ള മറ്റൊരു സംശയമാണ്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതോടൊപ്പം വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്തുള്ള ആസിഡ്, ദഹനാഗ്നി കെട്ടുപോകും, അത് നമുക്ക് ഭക്ഷണം ദഹിക്കുന്നതിന് പ്രശ്നമാകും, അതുകൊണ്ട് കുടിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള പ്രചരണമുണ്ട്. എന്നാൽ ഇതിൽ പകുതി മാത്രമാണ് സത്യം. ആരോഗ്യമുള്ള ഒരാളിന് ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിച്ചാൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. കാരണം ഭക്ഷണം വയറിനകത്ത് ചെന്ന്
ആ ഭക്ഷണത്തോടൊപ്പം വെള്ളം ഉണ്ടെങ്കിൽ വയറിനകത്ത് ഈ ഭക്ഷണം ദഹിക്കാൻ വേണ്ട pH നോക്കിയിട്ടാണ് വയറിനകത്ത് ആസിഡിൻ്റെ അളവ്, ആസിഡ് റിലീസ് ചെയ്യുന്നത് ശരീരം തീരുമാനിക്കുന്നതും അതനുസരിച്ച് ദഹിപ്പിക്കുന്നതും. അല്ലാതെ ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിച്ചു എന്ന് കരുതിയിട്ട് ദഹിപ്പിക്കുന്നതിന് അത് വലിയ പ്രശ്നം വരുന്നില്ല. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ ഇറച്ചി, മീന്, മുട്ട പോലുള്ളവ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭക്ഷണം ദഹിപ്പിക്കുമ്പോൾ പ്രോട്ടീനുകൾ ദഹിപ്പിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ചിലരിൽ അത് ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഇത് കാണുന്നത് ഒരു 45 വയസ്സിന് ശേഷം, 50 വയസ്സൊക്കെ ആയി പ്രമേഹ രോഗമുള്ള, അമിതവണ്ണമുള്ള, ഓൾറെഡി ഗ്യാസ് ശല്യമുള്ള, ദഹന പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഭക്ഷണത്തിൻ്റെ ഒപ്പം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ദഹനക്കേടോ പ്രശ്നങ്ങളോ പുളിച്ചു തേട്ടലോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരക്കാർ ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് വെജിറ്റേറിയൻ പ്രോട്ടീൻസ്, വെജിറ്റബിൾ പ്രോട്ടീൻസ് ആയിട്ടുള്ള പയറ്, കടല, പരിപ്പ് എന്നിവ കഴിക്കുമ്പോഴോ നോൺ വെജ് പ്രോട്ടീൻസ് ആയിട്ടുള്ള പാല്, ഇറച്ചി, മീന്, മുട്ട എന്നിവ കഴിക്കുമ്പോൾ അതോടൊപ്പം വെള്ളം അധികം കുടിക്കേണ്ട, അത്യാവശ്യം 1-2 കവൾ വെള്ളം കുടിക്കാൻ പ്രശ്നമില്ല. കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഗ്യാസും ദഹനക്കേടും വരാം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അല്പം കഴിഞ്ഞിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ആരോഗ്യമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല, നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ ഒപ്പം വെള്ളം കുടിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത പ്രധാന കാര്യം, നിങ്ങൾ ടാപ്പ് വാട്ടർ നേരിട്ട് കുടിക്കരുത്. ടാപ്പ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക്, പ്രത്യേകിച്ച് നഗരങ്ങളിലെല്ലാം തന്നെ സർക്കാർ വക പൊതു പൈപ്പുകളിൽ നിന്നാണ് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ വെള്ളം ലഭിക്കുന്നത്. എല്ലാ വീടുകളിലും കിണറുണ്ടാവണമെന്നില്ല. ഇത്തരത്തിൽ ടാപ്പ് വാട്ടറിൽ വരുന്ന വെള്ളം നിങ്ങൾ നേരിട്ട് കുടിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ടാപ്പ് വാട്ടറിനകത്ത് വെള്ളം കണ്ടാമിനേറ്റഡ് ആകാതിരിക്കുക, അതായത് വെള്ളത്തിനകത്ത് ബാക്ടീരിയകൾ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് ക്ലോറിൻ അതിനകത്ത് ചേർത്തിരിക്കും. ക്ലോറിൻ പോലുള്ള അണുനാശിനികൾ അതിനകത്ത് ഉണ്ടാകും. നമ്മൾ ഈ വെള്ളം നേരിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ ക്ലോറിൻ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്താനും നമുക്ക് മുടി പൊഴിച്ചിൽ, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, ആന്തരിക പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ടാപ്പ് വാട്ടറാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓടിപ്പോയി, നമ്മൾ വേർത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു പൈപ്പ് കണ്ടാൽ ഓടിപ്പോയി അതിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കുന്ന നേച്ചറുണ്ട്. അത് ചെയ്യരുത്. പകരം വെള്ളം നിങ്ങളൊരു ഗ്ലാസ്സിലോ കുപ്പിയിലോ ബക്കറ്റിലോ പിടിച്ചു വയ്ക്കുക. പിടിച്ചു വച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളം ഓപ്പൺ ആയിട്ടിരുന്ന് കഴിയുമ്പോൾ വെള്ളത്തിലുള്ള ക്ലോറിൻ വാതകമായിട്ട് നഷ്ടപ്പെടും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുടിക്കാം, പ്രോബ്ലം വരില്ല. കുറച്ചുകൂടി സേഫ് പൈപ്പിൽ നിന്നും വരുന്ന വെള്ളം നിങ്ങൾ ചൂടാക്കി ഒന്ന് തിളപ്പിച്ച് തണുപ്പിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യകരം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിലൂടെ പകരുന്ന കോളറ പോലുള്ള രോഗങ്ങൾ പിടിപെടാതിരിക്കുകയും ചെയ്യും. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഐസ് വാട്ടർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അതായത് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്നും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ വളരെ തണുത്ത വെള്ളം ഉടനടി കുടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് എല്ലാവർക്കും ഒരുപക്ഷെ കുഴപ്പം ചെയ്യത്തില്ല. ചിലവർ പതിവായിട്ട് തണുത്ത വെള്ളം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് വലിയ പ്രശ്നം ചെയ്യണമെന്നില്ല. എന്നാൽ ആസിഡിറ്റി പ്രശ്നമുള്ളവർക്ക്, അതായത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഏമ്പക്കം വിട്ടുമാറാൻ നിൽക്കുന്നവർക്കോ, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗ്യാസ് നെഞ്ചി കയറിയിരിക്കുന്നു, തലേ കയറിയിരിക്കുന്നു, ഇത്തരം പ്രശ്നങ്ങളുള്ളവർ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത് അവർക്ക് വയറിൻ്റെ, നമ്മുടെ ഉള്ളിൽ കൂടി പോകുന്ന വാഗസ് നെർവ്, വാഗസ് എന്ന് പറയുന്ന ഒരു നാഡിയുണ്ട്. ഈ നാഡിക്ക് ഒരു ഇറിറ്റേഷൻ വരാനും പെട്ടെന്ന് ഗ്യാസ് ശല്യം ഉണ്ടാകാനും ദഹന പ്രശ്നം ഉണ്ടാകാനും ചിലപ്പോൾ വയറ് സ്റ്റക്കായിട്ട് വയറുണ്ടെന്ന് പെരുകി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാനും കാരണമാകും. അതുകൊണ്ട് ഗ്യാസ് ശല്യമുള്ളവരും ദഹന പ്രശ്നങ്ങളുള്ളവരും വളരെ തണുത്ത വെള്ളം കുടിക്കരുത്. എപ്പോഴും നല്ലത് നമ്മുടെ പുറം ടെമ്പറേച്ചർ, നോർമൽ ടെമ്പറേച്ചറിനേക്കാൾ ഒരു 3-4 ഡിഗ്രി വ്യത്യാസമുള്ള, ഇപ്പോൾ ക്ലൈമറ്റ് ഒരു 24 ഡിഗ്രിയിലാണ് സാധാരണ നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എങ്കിൽ നിങ്ങൾ ഒരു 20 അല്ലെങ്കിൽ 18 ആ ഒരു ടെമ്പറേച്ചർ വ്യത്യാസത്തിൽ ചെറുതായിട്ട് തണുത്ത വെള്ളം കുടിക്കുക. വളരെയധികം തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം പലരും ചെയ്യുന്നതാണ്, ഗുളിക വിഴുങ്ങാനുണ്ടെങ്കിൽ, 1-2 ഗുളിക വിഴുങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കവള് വെള്ളം വായിലേക്ക് എടുത്ത് ഗുളിക വായിലേക്കിട്ട് കുടിച്ചിറക്കുന്നു. അതായത് തൊണ്ടയിൽ നിന്നും ഗുളിക ജസ്റ്റ് താഴേക്ക് ഇറങ്ങാനുള്ള വെള്ളം മാത്രമാണ് ഗുളികയോടൊപ്പം പലരും കഴിക്കുന്നത്. എന്നാൽ ഈ ഒരു രീതി തെറ്റാണ്. നിങ്ങൾ ഗുളിക കഴിക്കുകയാണെങ്കിൽ ഗുളികയോടൊപ്പം 1 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് തൊണ്ടയിൽ നിന്നും ഗുളിക താഴേക്ക് ഇറങ്ങിയാൽ പോരാ, അന്നനാളത്തിലൂടെ തിരിച്ച് ആമാശയത്തിലേക്ക് ആ ഗുളിക എത്തണം. അതിന് 1 ഗ്ലാസ് വെള്ളമെങ്കിലും വേണം. കൂടുതൽ വെള്ളം കുടിച്ചാലേ ഇത് എത്തുള്ളൂ. രണ്ടാമത്തത്, നിങ്ങൾ കഴിക്കുന്ന ഗുളികയ്ക്കകത്ത് ഗുളിക പെട്ടെന്ന് ദഹിക്കണം എന്നുണ്ടെങ്കിലും ശരീരത്തിൽ അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിലും വെള്ളം വേണം. വെള്ളത്തിലാണ് ഈ ഗുളിക എന്ന് പറയുന്നത് പലപ്പോഴും ഉണ്ടാക്കുന്നത് ചോക്കിലാണ്, കാൽഷ്യം കാർബണേറ്റ് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. വെള്ളത്തിനകത്താണ് ഇത് പെട്ടെന്ന് അലിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഗുളികയോടൊപ്പം 1 ഗ്ലാസ് എങ്കിലും കുടിക്കണം. മാത്രമല്ല
പലരും ഗുളികയോടൊപ്പം കഴിക്കുന്ന വൈറ്റമിനുകൾ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആണ്. ബി കോംപ്ലക്സ് പോലുള്ളവ, വൈറ്റമിൻ സി പോലുള്ളവ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആണ്. വെള്ളത്തിൽ അലിയുന്ന ഇത്തരം വൈറ്റമിനുകൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് അലിഞ്ഞ് വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം വെള്ളം കുടിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഗുളികകൾ കഴിക്കുമ്പോൾ അതോടൊപ്പം 1 ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം കുടിച്ചിരിക്കണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് മിനറൽ വാട്ടർ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലരും ഇന്ന് അടുത്തുള്ള കടകളിൽ പോയി, പ്രത്യേകിച്ച് ചൂടുകാലം വരുന്നുണ്ട്, മിനറൽ വാട്ടർ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ യാത്രയിലാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ 1 കുപ്പിയെങ്കിലും മിനറൽ വാട്ടർ ഉണ്ടാകും. മനസ്സിലാക്കേണ്ട കാര്യം, മിനറൽ വാട്ടർ കിട്ടുന്ന കുപ്പികൾ 1 ടൈം യൂസബിൾ ആണ്. അതിൻ്റെ അടിയിൽ നോക്കി അറിയാം 1 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ 1 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കുപ്പികൾ 1 തവണ ഉപയോഗിച്ച് നശിപ്പിച്ച് കളയുക. അതിനകത്ത് വീണ്ടും വെള്ളം നിറച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുപ്പികളാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ പലരും ഈ കുപ്പി തന്നെയാണ് വീട്ടിൽ വെള്ളം വയ്ക്കാൻ എടുക്കുന്നതും പിന്നെ അത് കഴിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും. നമ്മുടെ വാഹനത്തിനകത്ത് നോക്കിയാൽ എല്ലാം തന്നെ ഈ മിനറൽ വാട്ടർ കുപ്പികളുണ്ടാവും. ഈ കുപ്പികളുടെ പ്രത്യേകത, പ്രത്യേകിച്ച് 1 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കുപ്പികളുടെ പ്രത്യേകത, 1 തവണ ഉപയോഗിച്ച് കളയുമെന്ന് പറയാൻ കാരണം വീണ്ടും ഉപയോഗിച്ചാൽ കുപ്പിയുടെ പ്ലാസ്റ്റിക്കിനകത്തുള്ള ബിസ്ഫിനോൾ എ, BPA എന്ന് പറയും എന്നൊരു രാസവസ്തു ഉണ്ട്. ഈ രാസവസ്തു വെള്ളത്തിലേക്ക് കലരാൻ കാരണമാകും. ഈ വെള്ളത്തിൽ കലർന്നിട്ടുള്ള BPA കലർന്നിട്ടുള്ള വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്ന് നമ്മുടെ പ്രതിരോധ ശേഷിയെ നേരിട്ട് ബാധിക്കും, നമ്മുടെ സ്കിന്നിന് പ്രശ്നമുണ്ട്, പ്രത്യുൽപാദന ശേഷിയെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് മിനറൽ വാട്ടർ കുപ്പികളിൽ വീണ്ടും വെള്ളം നിറച്ച് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ കുപ്പി പലപ്പോഴും നിങ്ങളുടെ കാറിനകത്തെല്ലാം തന്നെ മിനറൽ വാട്ടർ ബോട്ടിൽ അതിനകത്ത് വച്ചിരിക്കുമ്പോൾ കാറിനകത്തുള്ള ചൂട് കൊണ്ടിട്ട് പലപ്പോഴും നമ്മൾ ഈ വെയിലത്തെല്ലാം കിടക്കുന്ന വണ്ടിയിൽ മിനറൽ വാട്ടർ കുപ്പി നല്ല ചൂടായിട്ടിരിക്കുന്നതാണ്. ചൂടാകുമ്പോൾ, അതായത് ഈ പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് വെള്ളം ചൂടാകുമ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്നും ബിസ്ഫിനോൾ എ ഈ വെള്ളത്തിലേക്ക് കലരാനും കൂടുതൽ അപകടകരമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മിനറൽ വാട്ടർ ബോട്ടിലെ വെള്ളം നിങ്ങൾ ചൂടുള്ള ഒരു ഭാഗത്ത് സൂക്ഷിക്കരുത്. ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനെ പറയുമ്പോൾ പലർക്ക് സംശയം തോന്നാം, വാട്ടർ ബോട്ടിലെല്ലാം തന്നെ പ്ലാസ്റ്റിക് അല്ലേ, ഏത് തരം ബോട്ടിലുകൾ ഉപയോഗിക്കണമെന്ന് സംശയം തോന്നാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വെള്ളം കുടിക്കാനുള്ള ബോട്ടിലുകൾ നിങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ അടിയിൽ 2 അല്ലെങ്കിൽ 5 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മാത്രമേ വാങ്ങി ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം 2 അല്ലെങ്കിൽ 5 രേഖപ്പെടുത്തിയിട്ടുള്ള ബോട്ടിലുകളുടെ പ്ലാസ്റ്റിക് വെള്ളവുമായിട്ട് പ്രവർത്തിക്കാത്തതാണ്. അത്യാവശ്യം ചെറു ചൂടുവെള്ളമാണെങ്കിലും വലിയ പ്രോബ്ലം വരത്തില്ല. ഇതല്ലാതെ നിങ്ങളിപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങുന്നു, അതിൻ്റെ അടിയിൽ നമ്പർ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ബോട്ടിൽ വാങ്ങരുത്. നമ്പർ രേഖപ്പെടുത്താത്ത പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല. 1 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ആ ബോട്ടിൽ 1 തവണ മാത്രം ഉപയോഗിച്ച് കളയേണ്ടവയാണ്. 2 അല്ലെങ്കിൽ 5 മാത്രമേ വെള്ളം നിറയ്ക്കാനുള്ള ബോട്ടിലുകൾ പ്ലാസ്റ്റിക് ബോട്ടിലുകളായി ഉപയോഗിക്കാൻ പാടുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം വെള്ളം കുടിക്കുന്നതിലെ അബദ്ധങ്ങൾ കൊണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടും അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടും ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്നുണ്ടാകുന്നുണ്ട്. എല്ലാവരുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.